എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. രാവിലെ നോക്കിയ നല്ല അന്തരീക്ഷമാണ് കേട്ടോ. ഇന്ന് പുറത്തോട്ട് നോക്കാൻ നല്ല രസമുണ്ടായി. വേറൊന്നും അല്ല കേട്ടോ, ശനിയാഴ്ച നല്ല മഴയാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുണ്ടായത്. ഒരു 3/4 മണിക്കൂറോളം നമുക്ക് നല്ലോണം ഇടിയും മഴയും കാറ്റും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞായറാഴ്ച രാവിലെ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം രാവിലെ നല്ല രസമുണ്ടായിട്ട് നല്ല തണുപ്പും എല്ലാം ആയിട്ട് രാവിലെ ഉറങ്ങി എണിക്കാൻ നല്ലോണം സമയം പെയ്തിട്ടുണ്ടായിരുന്നു. വേറൊന്നുമല്ല, ഞായറാഴ്ച ആയതുകൊണ്ട് പിന്നെ തിരക്കില്ലല്ലോ എന്ന് വിചാരിച്ചു. പിള്ളേർക്കായിട്ടും സ്കൂളും ഇല്ല, മാഷാറിനും പോകണ്ടല്ലോ. വൈകുന്നേരമാണ് കേട്ടോ നമുക്ക് മഴ പെയ്തിട്ടുണ്ടായത്. നല്ല കാറ്റും മഴയും ഇടിയും എല്ലാം ഉണ്ടായിനി. പക്ഷെ മഴ പെയ്തുകൊണ്ടില്ലേ കുറച്ച് കുറവുണ്ട് കേട്ടോ ചൂടിന്. ഇപ്പോൾ ആണെങ്കിൽ നല്ലോണം ചൂടും അല്ലേ. അപ്പോൾ ഇതാ രാവിലെ എഴുന്നേറ്റിട്ട് ചായയുടെ പരിപാടിയാട്ടോ നോക്കുന്നത്. എണീച്ച പാടന്നെ പച്ചക്കറി കഷ്ണമെല്ലാം എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു തണുപ്പ് പോകാനായിട്ട്. കുറച്ച് ഉരുളക്കിഴങ്ങും 2-3 തക്കാളിയും പിന്നെ ഗ്രീൻ പീസ് ഉണ്ടായിരുന്നു. അത് ഞാൻ ഇന്നലെ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പത്തിന് രാവിലെ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാമല്ലോ കേട്ടോ വിചാരിച്ചത്. ഞാനങ്ങനെ അപ്പത്തിന് വേറെ കറി, ചോറിന് വേറെ കറി അങ്ങനെയൊന്നും ആക്കലൊന്നുമില്ല. ഏതെങ്കിലും ഒരു കറി വെച്ച് കഴിഞ്ഞാൽ ആ കറി തന്നെ അപ്പത്തിനും ചോറിനും എല്ലാത്തിനും എടുക്കലുണ്ട്. അപ്പോൾ ഇന്ന് എനിക്ക് തോന്നി കുറച്ച് അപ്പത്തിനായിട്ട് കുറച്ച് ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാമല്ലോ വിചാരിച്ചു കേട്ടോ. പിന്നെ എൻ്റെ കുക്കർ കുറേ ദിവസമായിട്ട് കൂക്കുന്നൊന്നുമില്ല. നമ്മളിങ്ങനെ ഗ്യാസിൽ വെച്ച് കഴിഞ്ഞാൽ അത് കൂക്കാതെ കരിഞ്ഞിട്ട് സൈഡിലേ കൂടെ എയർ പോവാട്ടോ ചെയ്യുന്നത്. അത് ഞാൻ ഷോർട്സിൽ ഈ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കുറേ നാളായിട്ട് കുക്കറിലൊന്നും വെക്കാത്തത്. അപ്പോൾ ഇന്നലെ മാഷരം വരുന്ന സമയത്ത് അതിൻ്റെ ഒരു സാധനം മേടിച്ചിട്ട് വന്നു കേട്ടോ. ആ കുക്കറിൻ്റെ ഉള്ളിൽ ഉണ്ടാവുന്നില്ലേ റൗണ്ട് പോലത്തെ സാധനം, അത് ഇന്നലെ മേടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ അതിൻ്റെ അളവ് എടുത്തിട്ട് ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് അങ്ങനെ കൊണ്ടുവന്നതാണ് കേട്ടോ. അങ്ങനെ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാനിപ്പോൾ ഇങ്ങനെ കുക്കറിൽ ഗ്രീൻ പീസ് കറിയിലെ കാര്യങ്ങൾ സെറ്റാക്കാമല്ലോ കേട്ടോ വിചാരിക്കുന്നത്. കുക്കറിലേക്ക് പച്ചക്കറി കഷ്ണങ്ങളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് ഇപ്പോൾ എൻ്റെ അടുത്ത് ഉണ്ടായത് തക്കാളി, ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, പിന്നെ ഗ്രീൻ പീസ് കഴുകിയത്, ഉപ്പ്, വെള്ളം ഇതെല്ലാം ഒഴിച്ചിട്ട് നമുക്കൊന്ന് കുക്കറിൽ വേവിക്കാനായിട്ട് വെക്കാം കേട്ടോ കഷ്ണങ്ങളെല്ലാം. സത്യം പറഞ്ഞാൽ കുക്കറിൽ ഇതുപോലെ കടല, പയർ അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം വേവിക്കാൻ ഭയങ്കര ഉപകാരമാണ് കേട്ടോ. വേഗം വെന്ത് കിട്ടുമല്ലോ, കുറച്ചല്ലേ ഗ്യാസ് പോകുന്നല്ലോ. ഒരു 5 ലിറ്ററിൻ്റെ കുക്കറാണ് കേട്ടോ, പ്രസ്റ്റീജിൻ്റെ. ഞാൻ 5 വർഷത്തിൽ കൂടുതലായിട്ടോ ഉപയോഗിക്കുന്നത്. കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല, 5-6 വർഷം മറ്റോ ആയി തോന്നുന്നു കേട്ടോ. മാത്രം നല്ല ഉപകാരമാണ് കേട്ടോ. സ്റ്റീലിൻ്റെ ആയതുകൊണ്ട് തന്നെ അങ്ങനെ വേഗമൊന്നും മോശമാവില്ല. ഞാനിപ്പോൾ കുറേ നാളായിട്ട് സ്റ്റീലിൻ്റെ കുക്കർ തന്നെയാണ് കേട്ടോ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അതാകുമ്പോൾ ഇല്ലേ പെട്ടെന്നൊന്നും ആവുന്നില്ല. നേരെ മറിച്ച് അലുമിനിയത്തിൻ്റെതാകുമ്പം പെട്ടെന്ന് പോകുന്നു. എനിക്ക് ഇതിന് മുന്നേ അലുമിനിയത്തിൻ്റെ ഒന്നും ഉണ്ടായിരുന്നു, അത് വേഗം മോശമായിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കഷ്ണങ്ങളെല്ലാം വേവുന്ന സമയം കൊണ്ട് ഞാൻ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ 2-3 പച്ചപ്പറങ്ങിയും കൂടി ഒന്ന് മുറിച്ചെടുത്തിട്ട് വേഗം തേങ്ങ തരാൻ വേണ്ടി ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് കണ്ട കുക്കർ നല്ല പാങ്ങിൽ കുക്കിയിട്ടായിരുന്നു. കുറേ കാലമായി ഇതിൻ്റെ സൗണ്ട് ഇവിടെ കേൾക്കാത്തത്. കരിയാമ്പലൊക്കെ ഇങ്ങനെയോട് പറഞ്ഞു കുറച്ച് കരിയാമ്പല പറിച്ചിട്ട് വന്നിട്ട് കിങ്ങിണിയുടെ 2 കരിയാമ്പലയും പറിച്ചോണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ കുഞ്ഞാറ്റി എണീച്ചിട്ട് അവിടെ പുറത്ത് കളിച്ചുകൊണ്ടുണ്ട്. അപ്പോഴത്തേക്കും ഞാൻ വേഗം ചായയുടെ പരിപാടി നോക്കാമല്ലോ കേട്ടോ വിചാരിക്കുന്നത്. കുക്കർ അട വിസിലെല്ലാം വന്നിട്ട് ഞാൻ ഓഫാക്കി ഇട്ടിട്ട് ടയർ പോകുന്ന സമയത്തേക്ക് നമുക്ക് വേഗം അരപ്പ് സെറ്റാക്കാം. ഞാൻ ഓട്ടുപ്പളി ഉണ്ടാക്കാമല്ലോ കേട്ടോ വിചാരിക്കുന്നത് രാവിലെ ചായക്ക്. അപ്പോൾ തലേദിവസം ഞാൻ കുറച്ച് പച്ചരി വെള്ളത്തിൽ പൊതിർത്തിട്ടുണ്ടായിന്. പച്ചരിനെ നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മളെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. കുറച്ച് തേങ്ങയും ഉപ്പും വെള്ളവും, കുറച്ചധികം തേങ്ങ കൂട്ടലുണ്ട് കേട്ടോ. അതും കൂട്ടിയിട്ടാണ് അരക്കുന്നത്. ഓട്ടപ്പളക്ക് ഇങ്ങനെയാണ് കേട്ടോ ഞാൻ അരക്കൽ. പിന്നെ വേണമെങ്കിൽ ചോറ് കൂട്ടാം പദം കിട്ടാൻ വേണ്ടിയിട്ട്. അത് ചില അരി മോശമാണെങ്കിൽ ചോറ് കൂട്ടിയാൽ കുഴപ്പമില്ല, നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവലുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ ചോറൊന്നും കൂട്ടുന്നില്ല, ഞാൻ അധികം ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കൽ കേട്ടോ. തേങ്ങയും ഉപ്പും വെള്ളവും പച്ചരിയും കൂട്ടിയിട്ട് അരക്കലാട്ടോ. ഓട്ടുപ്പളക്ക് തലേദിവസത്തെ മീൻകറി ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടാണ്, നല്ല ടേസ്റ്റാണ് മീൻകറി കൂട്ടിയിട്ട് ഓട്ടുപ്പള തിന്നാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ രാവിലെ ചായക്ക് അധികം ഉണ്ടാക്കൽ ഓട്ടുപ്പള, ഉണ്ട, ഉരുളിപ്പോർന്നത്, ഉഴുന്ന് ദോശ, സാദാ ദോശ, പച്ചരി ദോശനെയാണ് കേട്ടോ സാദാ ദോശ പറയുന്നത്. പിന്നെ ഒറോട്ടി, പുട്ട് ഇതെല്ലാം കേട്ടോ കൂടുതലായിട്ടും രാവിലെ ചായക്ക് ഉണ്ടാക്കൽ. പിന്നെ ഈ പറഞ്ഞ പോലെ ഇടിയപ്പം, വെള്ളയപ്പം, ചപ്പാത്തി, പൂരി ഇങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഞാൻ ഉണ്ടാക്കൽ പൊതുവേ കുറവാണ്. വല്ലപ്പോഴും ഉണ്ടാക്കിയെങ്കിലായി. എനിക്കാണെങ്കിൽ ഇടിയപ്പം ആണെങ്കിലില്ലേ ആ സംഭവം തിരിക്കണ്ടേ, അത് ഭയങ്കര ബുദ്ധിമുട്ട് പോലെ ഫീൽ ചെയ്യലുണ്ട് കേട്ടോ. അതുകൊണ്ട് ഉണ്ടാക്കലും കുറവ് തന്നെ. പക്ഷേ ഇടിയപ്പം ആക്കിയാൽ ഇവിടെ പിള്ളേർക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ അരിയെല്ലാം അരച്ച് തകിലയിലായിട്ട് ഒഴിച്ച ശേഷം ഞാൻ മിക്സിയുടെ ജാറ് അപ്പം തന്നെ കയ്യോടെ തന്നെ കവിയെടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ വെച്ചാൽ അത് അവിടെ ബാക്കിയാവും കേട്ടോ. എന്നിട്ട് വേഗം അത് അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. നമ്മൾ ഓട് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതുപോലത്തെ ഓട്ടിലാണ് നമ്മൾ ഓട്ടുപ്പുള ഉണ്ടാക്കുന്നത്. ഇത് നല്ല മണ്ണിൻ്റെ ഓടാണ് കേട്ടോ, കുറച്ച് കൊയ്യിലെ ടൈപ്പ് മണ്ണിൻ്റെ ഓടാണ് കേട്ടോ എടുത്തിട്ടില്ല. ഇതേപോലത്തെ കുറച്ച് പരന്നിട്ടുള്ള ഓട്ടിലാണ് നമ്മളിങ്ങനെ ഒറോട്ടിയും ചപ്പാത്തിയെല്ലാം ചൂടാൻ വേണ്ടി കുറച്ചും കൂടി നല്ലത്. മുമ്പെല്ലാം ഒറോട്ടിയും ചപ്പാത്തിയെല്ലാം ഇങ്ങനെ ചുടലുണ്ട്. ഇപ്പോൾ പിന്നെ പാനിലാണ് ഞാൻ ചുടൽ കേട്ടോ ഒറോട്ടിയെല്ലാം. സമയം കൊണ്ട് നമ്മൾ അരപ്പിനുള്ള ആവശ്യത്തിലുള്ള വെള്ളവും കാര്യങ്ങളും ഉപ്പും എല്ലാം നോക്കി സെറ്റാക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. ഓട് ചൂടാകുന്ന സമയം കൊണ്ട് നമുക്ക് മിക്സിയുടെ ജാറിൽ കുറച്ച് തേങ്ങ അരച്ചെടുക്കാം. തേങ്ങയും പെരിഞ്ചീരകവും വെള്ളവും കൂട്ടിയിട്ട് അരച്ചെടുക്കുന്നത് കേട്ടോ. നമ്മളെ കറിയിലേക്ക് കൂട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോഴേക്ക് നമ്മൾ ഓട് നല്ലോണം ചൂടായിട്ട് വന്നിട്ടുണ്ടായിന് കേട്ടോ. അപ്പം തന്നെ ഞാൻ വേഗം ഓട്ടുപ്പുള ഒഴിക്കാമല്ലോ വിചാരിച്ചു. ചെറിയതായിട്ട് ഒഴിക്കാം, വലുതായിട്ട് ഒഴിക്കാം, നിങ്ങൾ ഇഷ്ടം പോലെ ഒഴിക്കാം. നല്ലോണം ഇളക്കിയിട്ട്
ഇതാ ആദ്യത്തെ തവി ഇങ്ങനെ ഒഴിച്ച് കൊടുക്കണം. നല്ലോണം തീ കത്തണം കേട്ടോ ആദ്യം നമ്മൾ ഒഴിക്കുന്ന സമയത്ത്. എന്നിട്ട് ഇതാ ഒഴിച്ചിട്ട് മെല്ലെ ഒന്ന് കയ്യിലോണ്ട് ഇങ്ങനെ ആക്കി കൊടുക്കുക. എന്നിട്ട് 2 മിനിറ്റ് കഴിഞ്ഞിട്ട് അതിലേക്ക് ഇങ്ങനെ ഇതുപോലെ ഹോൾസ് വരും, നിറച്ചും ഇങ്ങനെ ഹോൾസ് വരുന്ന സമയത്ത് അതൊന്ന് അടച്ചു വെക്കാം കേട്ടോ. ഒട്ടുപ്പളക്ക് നമുക്ക് വെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്ന രീതിക്ക് എങ്ങനെയാണോ അതുപോലെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നാൽ നല്ലോണം ലൂസാവാൻ പാടില്ല കേട്ടോ. നമ്മൾ ഈ പച്ചരി ദോശയിൽ ഉണ്ടാക്കുന്നില്ല അതുപോലെ ലൂസായിക്കൂടെ, നല്ല കട്ടിയാവാനും പാടില്ല കേട്ടോ. ഓട്ടുപ്പള അട മെല്ലെ ആവട്ടെ കേട്ടോ. അപ്പോഴേക്കും നമുക്കില്ലേ ബാക്കി കറിയുടെ പരിപാടി നോക്കാമല്ലോ. അപ്പോൾ കുക്കറിൽ നെല്ലിയ കഷ്ണങ്ങൾ നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്, സംഭവം വെന്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമുക്കൊരു ചീഞ്ചിട്ട് എടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇന്ന് അതിലേക്ക് ചെറുതായിട്ട് മുറിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കരിയാമ്പലിയും പച്ചപ്പറങ്കിയും നീരുള്ളി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ. നല്ലോണം ഒന്ന് വാട്ടിയെടുക്കണം. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വേഗം വാടിയെടുക്കാൻ പറ്റും. അപ്പോഴേക്ക് നമ്മളെ ഓട്ടുപ്പള വെന്തിട്ടുണ്ട് കേട്ടോ. ആദ്യം നമ്മൾ ഒഴിച്ചിട്ടില്ലേ ഒരു ഓട്ടുപ്പള, അത് നല്ലോണം ആയി വന്നിട്ടുണ്ട്. ആയിട്ടാകുമ്പോൾ ഇതുപോലെ അടപ്പെടുക്കുക. കണ്ട നിറച്ചും കുത്തുകൾ വന്നിട്ടുണ്ടല്ലോ, ഒരിടം പോലും ബാക്കിയില്ല കുത്തില്ലാതെ, നിറച്ചും കുത്തുകൾ വരുന്ന സമയത്ത് ഓട്ടുപ്പുള ആയി എന്നാട്ടോ നമ്മൾ പറയൽ. എന്നിട്ട് ഇതുപോലെ ഒരു ചട്ടുകം വെച്ചിട്ട് ഓട്ടുപ്പുളനെ ഇങ്ങനെ ചിള്ളി എടുക്കണം കേട്ടോ. ഇപ്പോൾ എടുത്തിട്ടുള്ള ചട്ടുകം ചെറിയ ചട്ടുകമാണ് കേട്ടോ. അത് വലുതായിരുന്നു. ഇതുപോലെ ഇങ്ങനെ ഓട്ടുപ്പുളക്കല ഉപയോഗിച്ച് സാധാരണ ചെറിയൊരു കോല് പോലെ അത് ഇല്ലു കാണാൻ വേണ്ടിയിട്ട്. വേറെ ചട്ടുകം ഉണ്ട് കേട്ടോ, പക്ഷേ അത് എടുക്കാൻ എനിക്കൊരു തൃപ്തി ചെയ്തില്ല, ഇതിനോട് ശരിക്കും ആവുന്നില്ലോ. അതുകൊണ്ട് ഇത് തന്നെയാണ് കേട്ടോ എടുക്കൽ. ഞാനിതാ ഓട്ടുപ്പുള അതൊന്ന് വാങ്ങി വെച്ചിട്ട് അടുത്തത് ഒഴിച്ചിട്ട് നേരെ കറിയുടെ ബാക്കി പരിപാടിയിലേക്ക് വന്നു കേട്ടോ. നമ്മൾ വാട്ടാൻ വെച്ചിരുന്ന സംഭവം നല്ലോണം വാടി വന്നിട്ടുണ്ട്. വാടി വന്നിട്ടാകുമ്പോൾ അതിലത്തേക്ക് മഞ്ഞൾപ്പൊടിയും കുറച്ച് കൊത്തമ്പാരി പൊടിയും ഇട്ടിട്ടുണ്ട് കേട്ടോ. കൊത്തമ്പാരി പൊടി നമ്മൾ പൊടിപ്പിച്ചതാണ് കേട്ടോ, മില്ലിൽ കൊണ്ടു കൊടുത്തിട്ട് പൊടിപ്പിച്ച കൊത്തമ്പാരി പൊടിയാണ്. എന്നിട്ട് ഇതാ പച്ചമണം മാറി വരുന്നവരെ നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. എൻ്റെ ചീൻചട്ടിയാണ് ഇതിൽ നിൽക്കുന്നില്ല, ഇളകിക്കൊണ്ടേ ഇരിക്കുന്നത്. പച്ചമണെല്ലാം മാറിയിട്ടാകുമ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച സാധനമെല്ലാം ഉണ്ടല്ലോ കുക്കറിൽ, അതെല്ലാം അതിലത്തേക്ക് ഇട്ട് കൊടുക്കുക. ആദ്യം ഞാൻ കയ്യിൽ വെച്ചിട്ട് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തോണ്ട് ഉണ്ടായത്. പിന്നെ തോന്നി അത് കുറേ സമയം ഇട്ടേണ്ടേ വിചാരിച്ചിട്ട് കുക്കറോട് അങ്ങനെ അതിലത്തേക്ക് ചേരിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കൊരു അബദ്ധം പറ്റിയിട്ട് നല്ലോണം വെള്ളമായിപ്പോയി. കുക്കറിലാണെങ്കിൽ കുറേ അധികം വെള്ളം ഉണ്ടായിനി, ആ വെള്ളം മൊത്തം അതിലത്തേക്ക് ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും അബദ്ധം പറ്റി, ഇനി എന്താ ആക്കാൻ പറ്റില്ല വിചാരിച്ചിട്ട് അവിടെ തിളപ്പിക്കാനായിട്ട് വെച്ചു കേട്ടോ. ആ സമയം കൊണ്ട് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഓട്ടപ്പുള ചുട്ടുകൊണ്ടേ ഉണ്ട് കേട്ടോ. എല്ലാവർക്കും ആവശ്യത്തിനുള്ളത് ചുടണ്ടേ. പിള്ളേരവിടെ പലതും തേച്ചിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ സ്കൂൾ അടച്ചില്ലേ, ചൊവ്വാഴ്ച ആട്ടോ ഇവർക്ക് സ്കൂൾ അടക്കുന്നത്. ചൊവ്വാഴ്ച സ്കൂളിൽ പരിപാടി ഉണ്ടായിനി. അങ്ങനെ നമ്മൾ നേരത്തെ ഒഴിച്ച സാധനമെല്ലാം തിളച്ച് വരുന്ന സമയത്ത് അതിലത്തേക്ക് നമ്മൾ നേരത്തെ അരച്ചിട്ട് തേങ്ങയും പെരിഞ്ചീരകം കൂട്ടി അരച്ചിട്ടുണ്ടായിട്ട് വെള്ളവും കൂട്ടിയിട്ട് അത് ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് തിളപ്പിക്കാനായിട്ട് വെക്കാം കേട്ടോ. കുറച്ചധികം സമയം തിളക്കണം. വെള്ളം ഇത്ര ആവേണ്ട ആവശ്യമില്ല കേട്ടോ. വെള്ളം ചാറ് ആവശ്യമുള്ളവർക്ക് വെള്ളം കൂടിയാൽ കുഴപ്പമൊന്നുമില്ല. നമുക്കിവിടെ കറിയിലെല്ലാം പൊതുവേ നല്ലോണം ചാറ് വേണം കേട്ടോ. അതുകൊണ്ട് ഇവിടെ പിന്നെ ചാറ് കൂടിയാലും പ്രശ്നമൊന്നും ഇല്ലയെന്ന് കേട്ടോ തോന്നുന്നത്. അങ്ങനത്തെ ഓട്ടുപ്പുളയിൽ ഞാൻ ചുട്ടെടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ പോയിട്ട് വേഗം പിള്ളേർക്കെല്ലാം ചായ കൊടുത്തു. മാഷേട്ടനും കിങ്ങിണിക്കും കുഞ്ഞാറ്റക്കെല്ലാം ചായ കൊടുത്തിട്ട് ഓടടുപ്പത്തു നിന്ന് വാങ്ങി വെച്ചു കേട്ടോ. ബാക്കി കുറച്ച് അരപ്പുണ്ട്, അത് ഞാൻ എടുത്തിട്ട് ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കട്ടെ കേട്ടോ. വൈകുന്നേരം പിള്ളേർക്ക് ചുട്ടു കൊടുക്കാമല്ലോ വിചാരിച്ചു. ഓട്ടുപ്പുളയോ ദോശയോ എന്തെങ്കിലും ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഓട്ടുപ്പുളയൊക്കെ ഞാൻ കറി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടോ. കുറച്ച് വെള്ളമായെങ്കിലും കറി നല്ല അടിപൊളി ഉണ്ടായിന്. ഓട്ടുപ്പുളയും കൂട്ടി രാവിലെ തിന്നാൻ വേണ്ടിയിട്ട് ഓട്ടുപ്പുളയും കറിയും എടുത്തിട്ട് ഞാനും ചായ കുടിക്കാൻ വേണ്ടി ഇരിക്കുന്നുട്ടോ. അവരവിടെ ചായ കുടിച്ചുകൊണ്ടുണ്ട്, എന്നെ അവിടെ നിന്ന് വിളിക്കുന്നുണ്ട് ചായ കുടിക്കാൻ പറഞ്ഞിട്ടാ. ചായ ഞാൻ രാവിലെ വെക്കലാട്ടോ. നമ്മളിവിടെ രാവിലെ ചായ കുടിക്കൽ കുറവ് തന്നെയാണ്. എപ്പോഴെങ്കിലും വെച്ചാലായി ചായയോ കാപ്പിയോ അങ്ങനെ എന്തെങ്കിലും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇതുപോലത്തെ വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക, പിന്നെ ഹൈപ്പും കൂടി ചെയ്യാം കേട്ടോ. ഓക്കെ അപ്പോൾ